Hello everyone. My name is Dipsa Prashant. ഞാൻ ഒരു ഫോർത്ത് ഇയർ ലോ സ്റ്റുഡൻ്റ് ആണ് ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ മൊഹാലി അതായത് പഞ്ചാബില്. So let me begin the class by congratulating each one of you attending this meeting. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഞാൻ എന്തിനാണ് എല്ലാവരെയും ഇപ്പൊ കൺഗ്രാറ്റുലേറ്റ് ചെയ്തതെന്ന്. There is a reason behind me congratulating each one of you. And the reason is that I believe each one of you sitting here are intelligent, courageous, and gutsy. നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ഒരു വളരെ വലിയൊരു തീരുമാനമാണ്. ഒരു UPSC CSC അതായത് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ഒരു വലിയൊരു തീരുമാനമാണ്. അതായത് UPSC CSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾ സൈൻ അപ്പ് ചെയ്തത് ഇത് ഒരു വലിയ ഡിസിഷൻ ആണ്. ആൻഡ് ഐ ഹാവ് ടു ഗിവ് ഹാറ്റ്സ് ഓഫ് ഫോർ യുവർ ഡിറ്റർമിനേഷൻ ആൻഡ് യുവർ കറേജ് ദാറ്റ് യു ഹാഡ് സൈൻഡ് അപ്പ് ഫോർ ദിസ് എക്സാമിനേഷൻ. അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ all of you just give a pat to yourself that for your determination, for your courage of taking up this examination. ഈ UPSC CSC എന്ന് പറഞ്ഞ ഈ ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുത്തതിന് give a just congratulate yourselves and give a pat to yourselves. Okay? അപ്പം നിങ്ങൾ എല്ലാവരും ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സിന് വന്ന് UPSC CSCയുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ക്ലാസ്സിന് വന്നത് നിങ്ങളൊരു ഡ്രീം വെച്ചായിരിക്കും അല്ലെ? നിങ്ങളടുത്ത് നിങ്ങളെ പേരൻസോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോ ആയിരിക്കും നിങ്ങൾ ഈ ഒരു എനിക്ക് IAS ആവണം അല്ലെങ്കിൽ എനിക്കൊരു IPS ആകണം എന്ന് പറഞ്ഞ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയത് അല്ലെ? ചെറുപ്പം മുതലേ നമ്മളെ അടുത്തൊക്കെ ടീച്ചേഴ്സ് പറയും IAS ആവണം IPS ആകണം, പേരൻസ് പറയും IAS ആകണം IPS ആകണം എന്നൊക്കെ. പക്ഷെ എന്താണ് ഈ എക്സാം എന്നതിനെ കുറിച്ച് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു IAS എന്ന് പറഞ്ഞൊരു പദവിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളെ കുറിച്ച് വളരെ കുറച്ച് പേർക്ക് അറിയാവുള്ളൂ. സോ ടുഡേ ഐ വിൽ ബി ടെല്ലിംഗ് യു വാട്ട് എക്സാക്ട്ലി ഇസ് UPSC CSC എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ 24 സർവീസുകളിലേക്കുള്ള ഒരു എക്സാമിനേഷൻ ആണ് UPSC CSC എക്സാമിനേഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊരു വൺ വേ ടിക്കറ്റ് ആണ്. നിങ്ങൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ 24 അതായത് 24 സർവീസസിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ 24 സർവീസ് എന്നൊക്കെ പറയുമ്പം നിങ്ങൾ കുറച്ചൊരു ടഫ് ആയിരിക്കുമല്ലോ എക്സാം. അതുകൊണ്ട് ഈ UPSC CSC എക്സാമിനേഷൻ 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ റൗണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിലിമിനറി എക്സാമിനേഷൻ. ഓക്കെ, രണ്ടാമത്തെ പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മെയിൻസ് എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യും. മെയിൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ആണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂക്ക് ശേഷം അവര് റാങ്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ആരാകും, നിങ്ങൾ IAS ആകുമോ IRS ആകുമോ IFS ആകുമോ എന്നത് തീരുമാനിക്കുന്നത് ഈ 3 ഘട്ടങ്ങളിലെ അവസാന 2 ഘട്ടങ്ങളായ മെയിൻ എക്സാമിനേഷനും ഇന്റർവ്യൂ ആണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു ക്വാളിഫൈങ് എക്സാമിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാ അവര് പ്രിലിമിനറി എക്സാമിനേഷൻ വെച്ചതെന്ന്. മെയിൻസ് എക്സാമിനേഷൻ അതായത് രണ്ടാമത്തെ റൗണ്ട് മെയിൻസ് എക്സാമിനേഷനിലേക്ക് ആളുകളുടെ നമ്പർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ. ഈ പ്രിലിമിനറി എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതായത് OMR ഷീറ്റിൽ പെണ്ണുകൊണ്ട് വട്ടം ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ ചെയ്യാറില്ലേ, പെണ്ണുകൊണ്ട് ഇങ്ങനെ കറുപ്പിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ, അതാണ് പ്രിലിമിനറി എക്സാമിനേഷൻ. ഓക്കെ, മെയിൻസ് എക്സാമിനേഷൻ സബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്. സബ്ജക്റ്റീവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതണം. പ്രിലിമിനറി എക്സാമിനേഷനിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിലൊന്ന് വട്ടിട്ടാൽ മതി. ഓക്കെ, ഇന്റർവ്യൂ ആണ് തേർഡ് റൗണ്ട്. പിന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ തന്നെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഇത് ഒരു എക്സാം രാവിലെ ആയിരിക്കും പേപ്പർ 1, പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അതാണ് പ്രിലിമിനറി എക്സാമിനേഷനിലുള്ള 2 എക്സാമിനേഷൻ. ഈ പ്രിലിമിനറി എക്സാമിനേഷനിൽ ഫസ്റ്റ് പേപ്പർ അതായത് പേപ്പർ 1 ആണ് നമ്മളുടെ കറണ്ട് അഫയേഴ്സും അതേമാതിരി GK ഒക്കെ.
പിന്നെ രണ്ടാമത്തെ പേപ്പർ പ്രിലിമിനറി എക്സാമിനേഷനിലെ തന്നെ രണ്ടാമത്തെ പേപ്പറാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് CSAT എക്സാമിനേഷൻ. അതിലാണ് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്, ഈ 3 സബ്ജക്ട്സ് ആണ് CSAT എന്ന് പറഞ്ഞ എക്സാമിനേഷനിലുള്ളത്. CSAT എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടേണ്ട ആവശ്യമില്ല. 33% മാർക്ക് മേടിച്ചാൽ മതി CSAT എക്സാമിനേഷനിൽ. CSAT ഒരു ക്വാളിഫൈങ് എക്സാമിനേഷൻ ആണ്. പ്രിലിമിനറി എക്സാമിനേഷന്റെ ഉള്ളിലുള്ള ഒരു ക്വാളിഫൈങ് എക്സാമിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് CSAT എക്സാമിനേഷൻ കണക്കാക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രിലിമിനറി എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്യുന്നത് പ്രിലിമിനറി എക്സാമിനേഷനിലുള്ള പേപ്പർ 1, അതായത് ജനറൽ സ്റ്റഡീസും കറണ്ട് അഫയേഴ്സിലെയും മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇടുക. അങ്ങനെ നിങ്ങൾ പ്രിലിമിനറി പാസ്സായാൽ പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട എക്സാമിനേഷൻ ആണ് മെയിൻസ് എക്സാമിനേഷൻ. മെയിൻസ് എക്സാമിനേഷനിൽ നിങ്ങൾ ആദ്യം ഒരു എസ്സേ ഉണ്ടാവും. എസ്സേക്ക് ശേഷം ജനറൽ സ്റ്റഡീസ് 1, 2, 3, 4. ഇതൊക്കെ ജനറൽ സ്റ്റഡീസ് ആയിരിക്കും. ഇതിൽ നമ്മളെ ഹിസ്റ്ററി മാതിരിയുള്ള പേപ്പേഴ്സ് ആയിരിക്കും. അതിന് ഒരു എത്തിക്സിന്റെ പേപ്പർ ഉണ്ടാവും, അതായത് നമ്മളുടെ ജോലിയോടുള്ള എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സിന്റെ ഒരു പേപ്പർ കാണും. അതിനുശേഷം മെയിൻസ് എക്സാമിനുള്ള ഒരു പേപ്പറാണ് ഓപ്ഷണൽ പേപ്പർ. അതായത് UPSC കുറച്ച് സബ്ജക്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. മെഡിസിൻ ഒരു സബ്ജക്റ്റ് ആണ്, സോഷ്യോളജി ഒരു സബ്ജക്റ്റ് ആണ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, അതുമാതിരി ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതായിരിക്കും നമ്മളുടെ ഓപ്ഷണൽ എക്സാമിനേഷൻ. അങ്ങനെ മെയിൻസ് എക്സാമിനേഷനിൽ ഈ എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മളുടെ മാർക്സിനെ ബേസ് ആയിട്ട് അവർ വീണ്ടും ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആസ്പിരൻസ് ആണ് നമ്മളുടെ ഫൈനൽ ഘട്ടമായ ഇന്റർവ്യൂവിൽ അപ്പിയർ ചെയ്യുന്നത്. ഇന്റർവ്യൂവും പാസ്സായാൽ ആണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുക. 24, അതായത് 24 സർവീസുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആയിരിക്കും അത്. നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സർവീസ് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് IAS, IFS, IPS ഒക്കെയാണ് യൂഷ്വലി ആൾക്കാർ ചൂസ് ചെയ്യുന്ന പ്രൊഫഷൻ. റാങ്ക് നല്ല റാങ്ക് ആണെങ്കിൽ. പക്ഷെ നിങ്ങൾ റാങ്ക് കുറവാണെങ്കിൽ നിങ്ങളുടെ ചോയ്സസ് കുറവായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് UPSCനെ കുറിച്ചും അതിലെ പേപ്പേഴ്സിനെ കുറിച്ചുള്ള. പിന്നെ എലിജിബിലിറ്റി. നിങ്ങൾക്കൊരു UPSC എക്സാം എഴുതണമെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ആണ് അല്ലെ, 6th മുതൽ 11th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണോ ചോദിച്ചാൽ നിങ്ങൾ എലിജിബിൾ അല്ല. ആരാണ് UPSC CSE എക്സാമിനേഷനിൽ എലിജിബിൾ ആയിട്ടുള്ളത്? ആദ്യത്തെ ക്രൈറ്റീരിയ, നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തത്, നിങ്ങൾ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി എടുക്കണം. അത് നിങ്ങളൊരു MBBS കാരനും അപ്പിയർ ചെയ്യാം, ഒരു സാധാരണ BA ലിറ്ററേച്ചർ ഉള്ള ആൾക്കാർക്കും അപ്പിയർ ചെയ്യാവുന്നതാണ്. ഒരു ഡിഗ്രി ആയിരിക്കണം ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. പിന്നെ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് 6 അറ്റംപ്റ്റ്സ് ആണുള്ളത്. OBC ആണെങ്കിൽ 9 അറ്റംപ്റ്റ്സും, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ആണെങ്കിൽ അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സും ആണ് UPSC CSEയിലുള്ളത്. ഇതാണ് നമ്മളുടെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഒരു ഔട്ടർ വ്യൂ. ഇനി നിങ്ങൾ പല പല ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. ഇനി മുന്നോട്ട് പോയാൽ ഇതിനെ പറ്റിയുള്ള പ്രിപ്പറേഷന്റെ വേസും ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് we will be looking at what are the myths of UPSC. അതായത് നമ്മളുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് UPSCയെ കുറിച്ച്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണിത്, നല്ലോണം പഠിക്കുന്ന, നല്ല ബുദ്ധിയുള്ള, നല്ല കഴിവുള്ള ആൾക്കാർക്ക് മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് UPSC എന്നുള്ളത്. അക്കോർഡിംഗ് ടു മീ ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് മിത്ത് വൺ കുഡ് എവർ ഹിയർ. നിങ്ങൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? Just take your phone and Google it. You can see innumerable success stories of people who were not the toppers, who were not the toppers of their batch, who were not the toppers of their college or school. കോളേജിൽ ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർ വരെ ഇന്ന് സർവിങ് സിവിൽ സർവന്റ് ഓഫീസേഴ്സ് ആണ്. അപ്പം നല്ല കഴിവും ബുദ്ധിയും ടോപ്പറും ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ UPSC ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണയാണ്. ദാറ്റ് ഇസ് എ മിത്ത്. And I believe that each one of you sitting here has got that potential to become a civil servant officer. Okay? നമുക്ക് രണ്ടാമത്തെ മിത്ത് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും,
വെറുതെ UPSC എക്സാം ഒന്നും എഴുതാൻ നിൽക്കണ്ട, അതിന് ഒരുപാട് അറ്റംപ്റ്റ്സ് വേണം, ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം അല്ല ഇത്. ദാറ്റ് ഈസ് അഗെയിൻ റോങ്. ടീന ഡാബി എന്ന് പറഞ്ഞ ഒരു IAS ഓഫീസർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ടീന ഡാബി 21 വയസ്സിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എക്സാം ക്ലിയർ ചെയ്തതാണ്. ഇഫ് ടീന ഡാബി can do that, each one of you can also attending this meeting can also do that. Okay? പക്ഷെ ഞാൻ അത് with this I didn't mean that നിങ്ങൾക്ക് ഒരിക്കലും ഫെയിലിയേഴ്സ് ഉണ്ടാവില്ല. Everybody on this earth has got failures. നിങ്ങളിപ്പം മുകേഷ് അംബാനി, ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ ആയ മുകേഷ് അംബാനിയുടെ അടുത്ത് പോയി ചോദിച്ചാലും he will also have a story to tell you about his failures. പക്ഷെ what makes you different, what makes you stand out is നിങ്ങൾ എങ്ങനെയാണ് ആ ഫെയിലിയേഴ്സിനെ നോക്കി കാണുന്നത്, നിങ്ങൾ എങ്ങനെയാണ്, ഹൗ ഡു യു എംബ്രേസ് ദാറ്റ് ഫെയിലിയർ, ആൻഡ് എങ്ങനെയാണ് നിങ്ങൾ ആ ഫെയിലിയേഴ്സിനെല്ലാം മുന്നിൽ എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണോ എന്നതിൽ ബേസ് ആയിട്ടായിരിക്കും നിങ്ങൾ എവിടെ എത്തുന്നു എന്നത് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, അതേമാതിരി തന്നെ നിങ്ങളിപ്പം ഇപ്പൊ ഞാൻ വിചാരിക്കുക ഇന്ന് ഞാൻ എനിക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല, ഞാൻ ഇത്തിരി കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ എന്റെ ഫ്യൂച്ചറിലും ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അതേ സമയത്ത് ഞാനിപ്പോ വിചാരിക്കുക ഇല്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് നേടണം മുന്നോട്ട് പോയിട്ട് എന്റെ ലൈഫിൽ, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുക, അതിനുവേണ്ടി ഞാൻ സ്റ്റഡിങ്. നിങ്ങൾ ഓരോരുത്തരെ മാതിരി ഇങ്ങനത്തെ ഇങ്ങനെ ആൽഫ മറിയ മാതിരിയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ എൻറോൾ ചെയ്ത് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആകുമ്പോൾ എന്റെ ഫ്യൂച്ചറും അതേമാതിരി ബ്രൈറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താണോ ചെയ്യുന്നത്, ദാറ്റ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. നിങ്ങൾ how much efforts you are willing to put in at this point of time will decide where you stand in the future. ഈ ഒരു പീരിയഡ് നിങ്ങളിപ്പോ ഏജ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏജ് ആണ്. ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളിപ്പോ ഒന്നും ചെയ്യാതെ പിന്നെ അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ, അയ്യോ ഞാനന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അയ്യോ എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇനിയും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് this is the time for you to prepare well. This is the time for you to focus. ഈ ഒരു ടൈമിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഈ ആൽഫ മറിയ മാതിരിയുള്ള ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് കോച്ചിങ്ങും നിങ്ങൾക്ക് ഗൈഡും ചെയ്യാനായിട്ട്. അപ്പൊ യൂട്ടിലൈസ് ദീസ് ഓപ്പർച്യൂണിറ്റീസ്. ഹാവ് ദ ഡ്രീം ഇൻ യുവർ ഐസ്. Do you know what? If you have that dream and if you have that passion to achieve it, നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ബിലീവ് ഉണ്ടെങ്കിൽ nobody in this world will have the potential to stop you. പക്ഷെ അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ടത് എന്താ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിലീവ് വേണം. എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് വേണം. എന്നാൽ no factor in this world can stop you in any ways. And you will have that 3-letter magical word suffixed to your name. IAS, IRS, IPS എല്ലാം നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതായിട്ടുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മിത്തല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ട് ആയിരിക്കും ഇത്. എനിക്കൊരു സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ് എന്റെ ഡ്രീം. അപ്പൊ ഞാൻ 10th കഴിഞ്ഞിട്ട് ഏത് സബ്ജക്റ്റ് ആണ് എടുക്കേണ്ടത്? ഹ്യൂമാനിറ്റീസ് എടുത്താൽ സിവിൽ സർവീസ് ഈസി ആവുമെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ എടുക്കേണ്ടത്? നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്താണോ, ഏത് സബ്ജക്റ്റിനോടാണോ താല്പര്യം, 10th കഴിഞ്ഞിട്ട് ചൂസ് ദാറ്റ് സബ്ജക്ട്. UPSC will not, any subject that you learn will not cause any hurdle for you becoming a civil servant officer. കാരണം ഈ എക്സാമിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രി. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഇപ്പം ഇതൊരു UPSC ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ എന്നാലും ഇന്ന് നമ്മൾ കേരളത്തിൽ കാണാൻ പറ്റുന്ന ഒരു റാറ്റ് റേസ് ഉണ്ട്. അതായത് ഒരുപാട് എല്ലാവർക്കും ഇന്ന് ഞാനൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ. അപ്പൊ ആ സർവേന്റെ അക്കോർഡിംഗ് ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അറിയാവുന്ന പ്രൊഫഷൻ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഡോക്ടർ എഞ്ചിനീയറും ഒരു മോശമായിട്ടുള്ള പ്രൊഫഷൻ ആണെന്ന് അല്ല ഞാൻ പറയുന്നത്. എല്ലാ പ്രൊഫഷൻസിനും അതിൻ്റെതായ ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു പേരന്റൽ പ്രഷർ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു പ്രഷർ കാരണം ഒരിക്കലും നമ്മൾ എഞ്ചിനീയറോ MBBS അത് ടേക്കപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ താല്പര്യം, വാട്ട് ഈസ് യുവർ ഡ്രീം, നിങ്ങൾക്ക് എന്തിനോടാണോ പാഷൻ,
അതിലേക്ക് പോവുക. ഇപ്പൊ ഞാൻ എന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. എനിക്ക് 10th എന്റെ 10 CGPA ആയിരുന്നു എനിക്ക് CBSE കിട്ടിയിരുന്നത്. അതിനുശേഷം ഐ ഹാവ് ഹാഡ് ഇമ്മെൻസ് പ്രഷർ ഓഫ് ടേക്കിംഗ് അപ്പ് സയൻസ്. കാരണം എന്താ, നമ്മളുടെ ഒരു കേരളത്തിൽ ഒരു ഒരു സാധാരണ ഗതിയിൽ ഉണ്ടാകുന്ന ഒരു മിത്താണ് 10th full A+ കിട്ടുകയാണെങ്കിൽ സയൻസ് എടുക്കുക എന്നതാണ് ബെസ്റ്റ്, കാരണം സയൻസ് ആണ് ബെസ്റ്റ് എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ട്. അന്ന് എന്റെ പേരൻസ് എല്ലാവരും എൻ്റെ അടുത്ത് സയൻസ് എടുക്കണം, എന്റെ എല്ലാവരും പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ, അവരൊരു പ്രഷറിൽ വന്ന് ഞാൻ സയൻസ് എടുത്തു. പക്ഷെ എനിക്ക് അന്നേ എന്റെ മൈൻഡിൽ ക്ലിയർ ആയിരുന്നു എനിക്ക് ആവേണ്ടത് ഒരു ലോയർ ആണ്. ഐ വാണ്ടഡ് ടു ബിക്കം എ ലോയർ. ബട്ട് ഐ ഹാവ് ഹാഡ് പ്രഷർ. ഐ ലിവ് ഇൻ എ സൊസൈറ്റി, ഐ ലിവ് ഇൻ കേരള. അപ്പൊ ആ പ്രഷർ കാരണം എനിക്ക് സയൻസ് എടുക്കേണ്ടി വന്നു. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പഠിക്കാൻ, ബട്ട് ഐ ഹാഡ് ടു ടേക്ക്. ഡു നോട്ട് ഡു ദാറ്റ്, നെവർ ഡു ദാറ്റ്. നിങ്ങളെ മനസ്സെന്താണോ പറയുന്നത്, നിങ്ങൾക്ക് ഏത് പ്രൊഫഷൻ ആണോ എടുക്കാൻ താല്പര്യം അത് തന്നെ എടുക്കുക. എല്ലാ പ്രൊഫഷനിലും അതിൻ്റെതായ ചാൻസസ് ഉണ്ട്. എനിക്ക് ലോയർ ആവണമെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ ഒരുപാട് ബോർഡും വെച്ചിരിക്കുന്ന വക്കീലന്മാരുണ്ട്, അവർക്കൊന്നും ജോലിയും ഇല്ല, കേസസും ഇല്ല. ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ വക്കീൽ എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി വാദിക്കുന്ന ഒരു ജോലിയായിട്ട് മാത്രമാണ് അറിയുന്നത്. പക്ഷെ LLB ഈസ് സംതിങ് ലോ. ഞാൻ ചെയ്യുന്നത് 5 വർഷത്തെ ലോ കോഴ്സാണ്. ഇതിന് ശേഷം എനിക്ക് എന്റെ കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ്സ് ഉണ്ട്. ഓരോ കമ്പനീന്റെ ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട് നമുക്ക് പോവാം. യുണൈറ്റഡ് നേഷൻസ് മാതിരിയുള്ള ഓർഗനൈസേഷൻസ് അഡ്വൈസേഴ്സ് ആയിട്ട് പോകാം. സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് മാതിരിയുള്ള മിനിസ്ട്രീസിൽ നമുക്ക് കൺസൾട്ടൻസ് ആയി പോകാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ലോ എന്ന് പറയുന്ന ഒരു ഈ കരിയർ ഓപ്ഷനിൽ തന്നെ. പക്ഷെ നമുക്ക് അറിയുന്നത് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ്. ലിറ്റിഗേഷൻ, അതായത് കോടതിയിൽ പോയി വാദിക്കുന്നത് ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു ലോ എന്ന് പറയുന്ന ഒരു പ്രൊഫഷന്റെ. ഇപ്പൊ ഞാൻ ലോയുടെ എക്സാമ്പിൾ പറയാൻ കാരണം അതെനിക്ക് കൂടുതൽ അറിയാവുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ടാണ്. ഇതേമാതിരി ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട് വേറെയും വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള, വളരെ പ്രോസ്പെക്റ്റീവ് കരിയർ ഓപ്ഷൻസ് ആയിട്ടുള്ള. സോ നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഹാവ് ദാറ്റ് ക്വസ്റ്റ്യൻ യു ടു ഗോ ഫൈൻഡ് ദാറ്റ് പ്രൊഫഷൻസ്. നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള എന്താണോ നിങ്ങളുടെ ട്രൂ കോളിംഗ്, അതായത് നിങ്ങളെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ അടുത്ത് എല്ലാവരും ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. യൂസ് ഇന്റർനെറ്റ് തറലി. എനിക്കിതിനെ പറ്റി, ഞാനിപ്പോ മൊഹാലിയിൽ പഠിക്കുന്ന കോളേജിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം. ഞാൻ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് അതിനെ സർഫ് ചെയ്ത് അതിനെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. ഒരുപാട് എക്സാംസ് ഞാൻ തന്നെ സർഫ് ചെയ്ത് കണ്ടുപിടിച്ചു. ഞാൻ തന്നെ അത് എക്സാംസ് എഴുതി എനിക്ക് നല്ല റാങ്ക്സും ഉണ്ടായിരുന്നു. അപ്പൊ അതേമാതിരി തന്നെ നിങ്ങളും നിങ്ങളെ പാഷൻ എന്താണോ, നിങ്ങളെ ട്രൂ കോളിംഗ് എന്താണോ, നിങ്ങളെ പാഷൻ കണ്ടുപിടിക്കുക. അത് ഇനി എഞ്ചിനീയറിംഗോ MBBS ആണെങ്കിൽ അതിന് പോവുക. അതല്ല, വേറെ ഒരുപാട് മറ്റു നോൺ കൺവെൻഷണൽ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അതിലേക്കാണ് താല്പര്യമെങ്കിൽ അതിന് ആ വഴിയിലേക്ക് തിരിയുക. ഇതിനെല്ലാം എല്ലാ കരിയർ ഓപ്ഷൻസും, നിങ്ങൾ ഏത് കരിയർ ഓപ്ഷനിലാണെങ്കിലും ജസ്റ്റ് ബി ദ ബെസ്റ്റ് ഇൻ എവ്രിതിങ്. അപ്പം നിങ്ങൾ ഇപ്പൊ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ഇന്റർനെറ്റ് ഒക്കെ നിങ്ങളെ വീട്ടിൽ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും കാണില്ലേ, അതിന്റെയൊക്കെ നല്ലൊരു യൂസ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് പ്രൊഫഷൻസ് ദാറ്റ് സൂട്ട്സ് യു. എന്നിട്ട് അതിലേക്ക് ഒരു നല്ല അതിലെല്ലാം ഇപ്പം ഒരു 2-3 കരിയർ ഓപ്ഷൻസ് എടുക്കുക. അതിന്റെ അകത്ത് ബെസ്റ്റ് കോളേജസിന്റെ പേര് എഴുതി വെക്കുക. ആ കോളേജസിലേക്ക് എങ്ങനെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ള കാര്യം നോക്കി വെക്കുക. എന്നിട്ട് ഇപ്പോഴേ മുതലേ ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുക ടു അച്ചീവ് ദാറ്റ് എയിം. ഓക്കെ, ആൻഡ് ക്ലിയർ ദി എക്സാം. എന്നിട്ട് നല്ല കോളേജസിൽ പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ ഡ്രീം ഓഫ് UPSC അവിടെ നിന്ന് നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ്. ഒരുപാട് നോൺ കൺവെൻഷണൽ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അതിലേക്കൊക്കെ നിങ്ങൾ താല്പര്യം അനുസരിച്ച് അതെല്ലാം നോക്കി അതിന്റെ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത് go by your passion, go by your true calling. ഒരാൾ എന്റെ ഫ്രണ്ട് അത് പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അതിലേക്ക് ഒരിക്കലും പോകരുത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ UPSC ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ പേരൻസിന് എന്നെ ഒരു സിവിൽ സർവന്റ് അല്ലെങ്കിൽ ഒരു കളക്ടറായിട്ട് കാണണം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു സിവിൽ സർവന്റ് ഓഫീസർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ then you are at the right place. That is how it should be. You should never go by the bandwagon. You should never go by the parental pressure. You should go for what you actually want. നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങള് ഒരു ബെറ്റർ പൊസിഷനിലാണ്. നമ്മൾ ഒരുപാട് ഇപ്പം എന്റെ കോളേജിലൊക്കെ
ഞങ്ങൾ 12th കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതിയിട്ട് കിട്ടിയതാണ്. അപ്പൊ ഇപ്പോഴൊക്കെ 5th ഇയറിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഇപ്പോഴാണ് അവര് UPSC എന്ന് പറയുന്ന അവർക്ക് ഇതിലേക്ക് ഒരു താല്പര്യം വന്നതും അവര് ജസ്റ്റ് ട്രൈങ് ടു പ്രിപ്പയർ ഫോർ ഓൾ ദീസ് തിങ്സ് നൗ. പക്ഷെ നിങ്ങൾ 6th സ്റ്റാൻഡേർഡ് മുതലേ നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. അപ്പം ഇവിടെ തന്നെ നിങ്ങൾക്കൊരു എഡ്ജ് ഉണ്ട് ഫ്രം അതേഴ്സ്. ഇപ്പം 25 ഇയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ UPSC പ്രിപ്പയർ ചെയ്യുമ്പം അവരടുത്ത് അവർ ഏത് കോച്ചിങ് സെന്ററിൽ പോവുകയാണെങ്കിലും അവരുടെ അടുത്ത് ആദ്യം പറയുന്ന കാര്യം 6th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്സ് പഠിക്കാനാണ്. അത് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ കോച്ചിങ് സഹിതം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ഹാവ് എൻ എഡ്ജ് ഓവർ ഓൾ ദോസ് പീപ്പിൾ ഹു ആർ ദെയർ. ഓക്കെ, സോ ഈ ഒരു നിങ്ങളുടെ എഡ്ജിന് ഇനി മുന്നോട്ടും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. UPSCയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് ഡ്യൂറേഷനിലേക്ക് നിങ്ങളെ തന്നെ ഡിവോട്ട് ചെയ്യാണ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് UPSC. ഓക്കെ, അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതിൽ പല പോയിന്റ് ഓഫ് ടൈമിലും നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ലൂസ് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് പോകാനും ചാൻസസ് ഉണ്ട്. പക്ഷെ അതില്ലാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങളൊക്കെ ഒരു ഡ്രീം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഡ്രീം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നേടാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഡ്രീം. അല്ല, ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു നാളെ ഞാൻ പറയാണ് എനിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വേൾഡ് കപ്പിൽ ക്യാപ്റ്റൻ ആകണം എന്ന് പറഞ്ഞാൽ അതെന്റെ ഡ്രീം അല്ല, അതെന്റെ സ്വപ്നമല്ല, അതെന്റെ സ്കൂൾ ക്രിക്കറ്റ് ടീം പോലും കളിക്കാത്ത ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അതും വേൾഡ് കപ്പിൽ ക്യാപ്റ്റൻ ആകണമെന്ന് പറഞ്ഞ അതെന്റെ ഡ്രീം അല്ല, അതെന്റെ ഒരു വിഷ്വൽ തോട്ടാണ്. പക്ഷെ ഞാൻ ഇന്ന് വിചാരിക്കുക എനിക്കൊരു ജഡ്ജ് ആവണം, അല്ലെങ്കിൽ എനിക്ക് നാളെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആവണം, അതെന്റെ ഡ്രീമാണ്. കാരണം അതെനിക്ക് നേടാൻ പറ്റുന്നതാണ്. ഞാനൊരു ലോയറാണ്, ഞാൻ അത്യാവശ്യം നല്ല ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് നേടാൻ പറ്റുന്ന ഒന്നാണ്. എനിക്ക് നാളെ ഞാൻ അധ്വാനിച്ചാൽ, ഞാൻ പ്രയത്നിച്ചാൽ എനിക്ക് നാളെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആവാം. അതെന്റെ ഡ്രീമാണ്. ആ അറ്റോർണി ജനറൽ ആവണം എന്ന് പറയുന്നത് എന്റെ ഡ്രീമാണ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ വേൾഡ് കപ്പിൽ ആകണം എന്ന് പറഞ്ഞാൽ എന്റെ വിഷ്ഫുൾ തോട്ടാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവേണ്ടത് വിഷ്ഫുൾ തോട്ട് അല്ല, നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഡ്രീമാണ്. സ്വപ്നം കാണും നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ റെഡ് ലൈറ്റ് ഉള്ള കാറിലൊക്കെ ഇങ്ങനെ വരിക എന്തൊരു റെസ്പെക്ട് ആണ് നമുക്ക് ആൾക്കാരെ കയ്യിൽ നിന്ന് കിട്ടുക. that all counts a lot. when you come in that attire, when you come as a civil servant, for example, ipo enki peru kaanan pattuna, there is somebody called Sarang. Tomorrow Sarang is coming as Sarang IAS Sarang. It is something that is very inviting. It is something that we actually look forward to. ഞാൻ 2019 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ലബാസ്നയെ കുറിച്ച്. അതായത് നിങ്ങളിപ്പം UPSCയിലൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ് മസൂരിയിൽ വെച്ചാണ്. മസൂരിയിൽ ലബാസ്ന, അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഫോർ അഡ്മിനിസ്ട്രേഷൻ ആണ് ലബാസ്ന. മസൂരി എന്ന് പറയുന്നത് ക്വീൻ ഓഫ് ഹിൽസ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മസൂരി. അവിടെ ലബാസ്നയിൽ ട്രെയിനിങ് ആണ് നിങ്ങൾ ഈ ഇന്റർവ്യൂ ക്ലിയർ ചെയ്താൽ നിങ്ങൾ നേടാൻ പോകുന്നത്. അപ്പൊ 2018 ഞാൻ മസൂരിയിൽ പോകണ്ടായി. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളിപ്പം സിവിൽ സർവീസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്താൽ you will be training in one of the most beautiful places in India. നിങ്ങൾ മസൂരിയിലെ ലബാസ്നയിലായിരിക്കും ട്രെയിനിങ്ങിന് പോകുന്നത്. അതിനുശേഷം നിങ്ങളൊരു സിവിൽ സർവന്റ്, അതായത് ഒരു IAS ഒരു IFS ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതന്നെ എനിക്കൊരു that should give you goosebumps. That is when you can actually call UPSC as your dream. അപ്പൊ നിങ്ങളൊരു ജേർണി എന്ന് പറയുന്നത് ദിസ് ഇസ് എ ലോങ് ജേർണി. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും. പല പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് തന്നെ തോന്നും എനിക്കിത് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരുപാട് ഫെയിലിയർ പോയിന്റ്സ് നിങ്ങൾക്ക് ഈ എൻറ്റയർ ജേർണിയിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്രിറ്റിസിസംസ് വരാനുണ്ട്.
ആൾക്കാർ നിങ്ങളെടുത്ത് പറയും എന്തിനാണ് UPSC ഒക്കെ പഠിക്കുന്നത്, ഈ സിവിൽ സർവീസിന്റെ എക്സാമിനേഷൻ ഒക്കെ പഠിക്കുന്നത്, ഇതിന് പകരം മറ്റ് പല എക്സാംസും ക്ലിയർ ചെയ്തൂടെ, മറ്റു പല എക്സാംസിനും പ്രിപ്പയർ ചെയ്തൂടെ, കാരണം ഇത് എന്തായാലും ഡിഫിക്കൽട്ട് ആണ്, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന്. ജസ്റ്റ് ബ്രഷ് ഓഫ് ഓൾ ദീസ് ക്രിറ്റിസിസം വിത്ത് എ സ്മൈൽ ആൻഡ് ലെറ്റ് യുവർ ആക്ഷൻ സ്പീക്ക്. നിങ്ങൾ നാളെ ഒരു IAS ഓഫീസർ ആയിട്ട് തിരിച്ചു വരുമ്പം ഈ പറഞ്ഞ ആൾക്കാരൊന്നും അന്ന് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടാവില്ല. നിങ്ങൾക്ക് അന്ന് ഉണ്ടാവാൻ നിങ്ങളുടെ I should be very thankful to your parents, to the teachers who taught you, because they are the people who've always been with you throughout your journey. ഈ ക്രിറ്റിസിസംസിന് ഒന്നും നെവർ ഫോൾ ഫോർ ദീസ് ക്രിറ്റിസിസംസ്. എപ്പോഴും ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് നമ്മളെ ഡ്രീമാണ് ഓഫ് അച്ചീവിങ് ദാറ്റ് പ്ലേസ്, ഓഫ് ക്ലിയറിംഗ് വൺ ഓഫ് ദ വേൾഡ്സ് ടഫസ്റ്റ് എക്സാമിനേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കാം നിങ്ങളുടെ പേരിന്റെ കൂടെ. ഫോർ എക്സാമ്പിൾ, ഐ എം ഡിപ്സ. ഞാൻ ഡിപ്സ IAS എന്ന് പറഞ്ഞൊരു പേപ്പറിൽ ഞാൻ പഠിക്കുന്നതിന്റെ ടേബിളിന് മുന്നിൽ വെച്ചാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഗിവ്സ് മീ എൻ ഇൻസ്പിറേഷൻ to not fall back, to not think back, and to look forward of achieving more in my life. Have that dream, have that passion. നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ഒരു പാഷൻ ഉണ്ടായിരിക്കണം of achieving that dream, of achieving that 3-letter magical word suffixing your name. So that should count. അതായിരിക്കണം നമ്മളുടെ ഒരിക്കലും we should never fall for anything. We should always look forward. ആ ഒരു ഡ്രീം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എപ്പോഴും മുന്നേറണം. നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഡ്രീം അവിടെ വെച്ചിട്ട് കാര്യമില്ല. ഫോർ ദാറ്റ് വി ഷുഡ് വർക്ക് ഹാർഡ് വിത്ത് പെർസിസ്റ്റൻസ് ആൻഡ് പെർസീവറൻസ്. വി ഷുഡ് റിയലി വർക്ക് ഹാർഡ് ടു അച്ചീവ് ദാറ്റ് ഡ്രീം. സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാർഡ് വർക്കും കൂടി ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു പൊസിഷനിൽ നമുക്ക് എത്താൻ സാധിക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇത്രയും ആൽഫ മരിയ മാതിരിയുള്ള ഒരു നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നിങ്ങൾ എന്നും താങ്ക്ഫുൾ ആയിരിക്കണം. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നതിൽ, നിങ്ങൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതിൽ നിങ്ങളെ പേരൻസിന്റെ അടുത്ത് താങ്ക്ഫുൾ ആയിരിക്കണം. കാരണം ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് കുട്ടികൾക്ക് നിങ്ങളെ പേരൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്, ഇങ്ങനെ ഒരു അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളെ പേരൻസിനായിട്ട് താങ്ക്ഫുൾ ആയിരിക്കണം. കാരണം ഇന്നും ഇന്ത്യയിൽ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ യു ആർ ആക്ച്വലി വെരി ബ്ലെസ്ഡ് ടു ഹാവ് സച്ച് ഗുഡ് പേരൻസ് ആൻഡ് ടു ഹാവ് ബീൻ എൻറോൾഡ് ഇൻ ടു സച്ച് ഗുഡ് അക്കാഡമി. So always have that dream. You should have that fire in your dream, in your eyes, to achieve that dream. And I am sure each one of you sitting here has got the capability, has got the best mentors, have got the ability to achieve that dream and to clear one of the world's toughest examination one day. Thank you so much. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ ഈ എക്സാമിനേഷന് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ടീച്ചറെ അതെ പറയൂ. ടീച്ചറെ, ഈ സിവിൽ സർവീസ് ഇതില് ആദ്യത്തെ 3 സെക്ഷൻ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞില്ലേ, അതില് ആദ്യത്തെ 2 ഏതൊക്കെയാ? UPSC എക്സാമിനേഷൻ 3 ഘട്ടങ്ങളായി നടക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. UPSC CSE എക്സാമിനേഷൻ, അതിൽ ആദ്യത്തെ എക്സാം ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ, രണ്ടാമത്തെ എക്സാം ആണ് മെയിൻസ് എക്സാമിനേഷൻ, മൂന്നാമത്തത് നമ്മളെ ഇന്റർവ്യൂ ആണ്. ഈ ആദ്യത്തെ എക്സാമിനേഷൻ അല്ലേ പ്രിലിമിനറി എക്സാമിനേഷൻ, ഇത് 2 പാർട്ടായിട്ടുണ്ട്. ആദ്യത്തേത് പേപ്പർ 1ഉം പേപ്പർ 2ഉം. അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ തന്നെ 2 പാർട്സ് ആണ്, പേപ്പർ 1, പേപ്പർ 2. ഇത് ഒരു ദിവസം തന്നെ നടക്കുന്ന എക്സാം ആണ്. ഒന്ന് രാവിലെ ആയിട്ടും ഒന്ന് ഉച്ചയ്ക്ക് ശേഷമായിട്ട് നടക്കുന്ന എക്സാം ആണ്. ഇതിൽ പേപ്പർ 1ൽ നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസും അതേമാതിരി കറണ്ട് അഫയേഴ്സും ആണുള്ളത്. പേപ്പർ 2വിലാവട്ടെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി ആൻഡ് ഇംഗ്ലീഷ് ആണുള്ളത്. ഇത് പ്രിലിമിനറി എക്സാമിനേഷന്റെ തന്നെ 2 ഭാഗങ്ങളാണ്. ഈ 2 ഭാഗങ്ങൾ ഒന്നു ചേർന്നതാണ് നമ്മളെ പ്രിലിമിനറി എക്സാമിനേഷൻ, അതായത് UPSC എക്സാമിനേഷന്റെ വെരി ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്താൽ പിന്നെ നമ്മൾ മെയിൻസ് എക്സാമിനേഷനിൽ കിടക്കും.
മെയിൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് നമ്മൾ ഇന്റർവ്യൂയിലേക്ക് കിടക്കും. ഓക്കെ, മാഡം ക്ലിയർ ആയോ? മാഡം അതെ. മാഡം ഈ എക്സാം എഴുതാൻ പ്രത്യേകിച്ചൊരു ഏജ് അങ്ങനെ വേണോ? ഈ എക്സാമിനേഷൻ എഴുതാനുള്ള മിനിമം ഏജ് ലിമിറ്റ് 21 ആണ്. മാഡം I've got a text in the text box regarding allotments. Sir, could you please elaborate on what allotments did you actually mean? Can you please elaborate the question? അലോട്ട്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ IAS IPS ഈ അലോട്ട്മെന്റിനെ കുറിച്ചാണ്. ഇപ്പം അത് ഓരോ ഇൻഡിവിജ്വലിന്റെ ചോയ്സസ് ആയിരിക്കും. ഇപ്പം ക്ലാസ് എ ഗ്രൂപ്പ് എ സർവീസസും ഉണ്ട് UPSC. ഈ 24 സർവീസസ് തന്നെ 2 പാർട്സ് ആണ്. ഗ്രൂപ്പ് എ സർവീസസും ഗ്രൂപ്പ് ബി സർവീസസും. ഗ്രൂപ്പ് എ സർവീസസിൽ യൂഷ്വലി ടോപ്പ് റാങ്കിൽ കിട്ടുന്ന ആൾക്കാരൊക്കെ സെലക്ട് ചെയ്യുന്നത് IFS, അതായത് ഇന്ത്യൻ ഫോറിൻ സർവീസസ്, പിന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് അതായത് IAS, ഇന്ത്യൻ പോലീസ് സർവീസസ് അതായത് IPS, ഇന്ത്യൻ റവന്യൂ സർവീസസ് അതായത് IRS, പിന്നെ IDES ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസസ്. അങ്ങനെയാണ് അതിന്റെ അത് നിങ്ങളെ ചോയ്സ് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പൊ എനിക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ല, എനിക്ക് IAS ആണ് താല്പര്യമെങ്കിൽ എന്റെ ആദ്യത്തെ പ്രിഫറൻസ് ഞാൻ IAS കൊടുക്കും, പിന്നെ ഞാൻ IFS കൊടുക്കും. അത് ഓരോ ഇൻഡിവിജ്വലിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ പൊസിഷൻസ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ല റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചോയ്സസ് തന്നെ കിട്ടും. പക്ഷെ നിങ്ങൾ റാങ്ക് കുറവാണെങ്കിൽ നിങ്ങളെ ചോയ്സസ് കുറച്ച് മാറ്റം വരുത്തേണ്ടി വരും. ക്ലിയർ? മാഡം എക്സ്ക്യൂസ് മീ, യാ മാഡം പറഞ്ഞല്ലോ ചോയ്സസ് കുറവായിരിക്കും നമുക്ക് റാങ്ക് കുറയുന്നതിനനുസരിച്ച്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു പൊസിഷന് കിട്ടുമോ റാങ്ക് കുറഞ്ഞാലും? അതെ. നിങ്ങളിപ്പോ ഇന്റർവ്യൂന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഫൈനൽ ലോട്ടിലാണെങ്കിൽ ഈ 24 സർവീസസിൽ ഏതെങ്കിലും ഒരു സർവീസസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. താങ്ക് യു മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മിസ്സേ. ഗുഡ് ഈവനിങ് മാം. ഞാൻ ഈ പ്രിലിമിനറി മെയിൻ എക്സാമിലും എത്ര മാർക്കിലാ? അത് വാരി ചെയ്യും. പ്രിലിമിനറി എക്സാമിനേഷൻ 200 മാർക്സ് ആയിട്ടാണ് വരുന്നത്. അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രൂപ്പ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആണ്. പേപ്പർ 1ഉം 200 മാർക്ക് ആയിരിക്കും, പേപ്പർ 2ഉം 200 മാർക്ക് ആയിരിക്കും. പേപ്പർ 2 ഞാൻ പറഞ്ഞില്ല അതൊരു ക്വാളിഫൈങ് പേപ്പർ ആണ്, അതായത് CSAT ഒരു ക്വാളിഫൈങ് പേപ്പർ ആണ്. അപ്പം ഈ 200 മാർക്കിന്റെ 33% നിങ്ങൾക്ക് കിട്ടിയാൽ മതി, അതായത് 66 മാർക്സ്. അപ്പൊ CSATൽ നിങ്ങൾക്ക് 66 മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ പേപ്പർ ക്വാളിഫൈ ചെയ്തു. അതിപ്പോ എനിക്ക് 93 കിട്ടിയാലും നിങ്ങൾക്ക് 66 കിട്ടിയാലും ഇറ്റ് ഇസ് ഓൺ ദ സെയിം ഫുട്ടേജ്. കാരണം അത് ജസ്റ്റ് ഒരു ക്വാളിഫൈങ് പേപ്പർ ആണ്, അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് കാര്യം ഉള്ളതല്ല. മിസ്, ഇന്റർവ്യൂവിൽ ഏത് മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക? ഇന്റർവ്യൂവിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കും. മെയിൻലി നിങ്ങളൊരു ബയോഡേറ്റ അവിടെ സബ്മിറ്റ് ചെയ്യണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് അവർ നിങ്ങളെ ഹോബീസ് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങളെ പാസ്റ്റ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചിട്ടുണ്ടാവും, പിന്നെ നിങ്ങളെ ഫാമിലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും, പിന്നെ നിങ്ങളെ ഇൻട്രസ്റ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഓൾറെഡി അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഈ ഇന്റർവ്യൂവിലുള്ള മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആ സബ്മിറ്റ് ചെയ്ത പേപ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ലോയർ ആണ്, എന്റെ ഡിഗ്രി ഞാനൊരു ലോ സ്റ്റുഡന്റ് ആണ്. അപ്പം എന്റെ BA LLB ആണ് എന്റെ ഡിഗ്രി. അപ്പൊ അതാണ് എന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ അവിടെ എന്റെ BA LLB ഡിഗ്രി ആയിരിക്കും ഞാൻ കാണിക്കും. അപ്പൊ അവർ എന്റെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ലോയർ ആയിട്ടും നിങ്ങൾ എന്തിനാണ് പിന്നെ UPSC ചൂസ് ചെയ്തതെന്ന് ചോദിക്കാം. പിന്നെ എന്റെ ലോ റിലേറ്റഡ് അവിടെ ഇന്റർവ്യൂ ബോർഡിൽ ഏതെങ്കിലും ലോയേഴ്സോ അല്ലെങ്കിൽ എമിനന്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ആണെങ്കിൽ അങ്ങനെ എന്റെ അടുത്ത് ചോദിക്കാം. ഇപ്പൊ ഒരു MBBS സ്റ്റുഡന്റ് ആണെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കേസസ്, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ കേസസ് അല്ലെങ്കിൽ ടെർമിനോളജി അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ചോദിക്കാം. ഇപ്പൊ ഞാൻ കോഴിക്കോട് നമ്മൾ NIT ആണെന്ന് എന്റെ വീടെന്ന് പറഞ്ഞാല് NIT കുറിച്ച് വരെ എന്റെ അടുത്ത് ചോദിക്കാം. സോ എനിത്തിങ് അണ്ടർ ദി എർത്ത് കെൻ ബി ആസ്ക്ഡ്.
അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ബട്ട് യൂഷ്വലി നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ഹോബീസ്, ഇപ്പൊ ഞാൻ റീഡിംഗ് ആണ് കൊടുത്തതെങ്കിൽ എനിക്ക് റീഡിങ്ങിനെ പറ്റി തറോ നോളജ് ഉണ്ടാവണം. കാരണം അവർ ഏത് ബുക്ക് വേണമെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാം, ഏതൊരു ഓഥറിനെ പറ്റി വേണമെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാം. പിന്നെ കുറെ ചില സമയത്തൊക്കെ ചില നല്ല ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂ ബോർഡ് ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം. ഒരു ഇന്റർവ്യൂ ബോർഡ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതില് ഒരു ആസ്പിരന്റ് വന്നു, അയാളുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു ബോർഡ് മെമ്പേഴ്സ്. എന്നിട്ട് അവിടുത്തെ ഒരു വെയിറ്ററുടെ അടുത്ത് പറഞ്ഞു, പ്ലീസ് ബ്രിങ് എ കപ്പ് ഓഫ് ടീ. ഓക്കെ, അപ്പൊ അയാള് പ്ലീസ് ബ്രിങ് എ കപ്പ് ഓഫ് ടീ. അപ്പൊ ആ ടീ മുന്നിൽ കൊണ്ടുവച്ചു. ആൻഡ് ദ ഇന്റർവ്യൂവർ ആസ്ക്ഡ് ദ ആസ്പിരന്റ്, വാട്ട് ഈസ് ബിഫോർ യു? ഓക്കെ, സോറി, ടീ അല്ല, കോഫി ആയിരുന്നു കൊണ്ടുവച്ചത്. സോ ദാറ്റ് പേഴ്സൺ, ദ ഇന്റർവ്യൂവർ ആസ്ക്ഡ് വാട്ട് ഈസ് ബിഫോർ യു. അപ്പൊ നമ്മളൊക്കെ എന്താ പറയാ, എന്റെ മുമ്പിൽ കോഫി കൊണ്ടുവച്ചു, അപ്പം വിൽ ബി ലൈക്ക് കോഫി അല്ലെ? ഒരു നോർമൽ ആയിട്ടുള്ള ആളാണെങ്കിൽ അതല്ലേ പറയാം, എന്റെ മുമ്പിൽ കോഫിയാണ് കൊണ്ടുവച്ചത്, അപ്പൊ വാട്ട് ഈസ് ബിഫോർ യു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോഫി അല്ലെ? ബട്ട് ദി ആൻസർ ഇസ് ടീ. വൈ ടീ? Because the interviewer had asked you what is before you. അതായത് what is before the letter U. അപ്പൊ നിങ്ങൾ ഒരു ലോജിക്കൽ റീസണിങ് വെച്ച് നിങ്ങൾ പറയണം ബിഫോർ യു ഇറ്റ് ഇസ് ടി, ലെറ്റർ ടി. സോ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചില ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പം ഇറ്റ് ക്യാൻ ബി എനിത്തിങ് അണ്ടർ ദ sun. It will completely depend upon the discretion of the interview board. Miss, Is it clear? Okay. Miss, Yes, Farid. IAS കിട്ടണമെങ്കിൽ എത്ര റാങ്ക് വരെ വേണ്ടി വരും? അതിന്റെ എക്സാക്ട് നമുക്കിപ്പോ പറയാൻ പറ്റില്ല, കാരണം എവറി ഇയർ കട്ട് ഓഫ് ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ വർഷത്തെയും കട്ട് ഓഫും പ്രിഫറൻസും അനുസരിച്ചിരിക്കും. എത്ര ആൾക്കാരാണ് UPI, യൂഷ്വലി ഒരു, എനിക്ക് അത്ര എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്യും എവറി ഇയർ എത്രയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ നിങ്ങൾ കാറ്റഗറി അനുസരിച്ച് കാറ്റഗറി കട്ട് ഓഫ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങൾ ഏത് ഇതാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നത്. മാം, IAS പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? IAS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ആണ്. അതായത് നിങ്ങൾ യൂഷ്വലി അതാണ് ഈ ആൾക്ക് IIS. സോറി, IIS, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്. IIS, Indian Information Service is a part of the service, part of the 24 services that you're talking about. Ma'am, can you repeat? Are you talking about IIS, which is a part of this 24 services? Yes. So IIS is actually a group A, and so ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, there are group A and group B services. So this Indian Information Service is actually a group A service. ഇതിൽ മെയിൻലി എന്താന്ന് വെച്ചാൽ they act as a vital communication link. നമ്മൾ ഗവൺമെന്റും പീപ്പിളും തമ്മിലുള്ള ഒരു കണക്ടിങ് ലിങ്ക് ആയിട്ടാണ് അവർ ആക്ട് ചെയ്യുക IIS when it comes to communication and technology. ഓക്കെ, ഈ നമ്മൾ ഒരുപാട് ഇപ്പം വേരിയസ് ഗവൺമെന്റ് പോളിസീസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പം ഇപ്പൊ നമ്മളിപ്പം ഇപ്പോഴത്തെ ഈ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ തന്നെ അവർ ഒരുപാട് ഡിജിറ്റലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇപ്പം ഈ IIS ആക്ച്വലി ആക്ട് ആസ് എ കണക്ടിങ് ലിങ്ക്. ഗവൺമെന്റ് പോളിസീസ് പല ഡിജിറ്റൽ ആയിട്ടും, ഇപ്പൊ നമ്മൾ സ്വച്ഛ് ഭാരത് അഭിയാനിന്റെ തന്നെ ക്യാമ്പയിൻസ് ഒരുപാട് ഇന്റർനെറ്റ് വഴി നടക്കണ്ടായി. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സർവീസസ് ആണ് IIS എന്ന് പറയുന്നത്. പിന്നെ ഈ IIS ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് വേരിയസ് മീഡിയ യൂണിറ്റ്സ് ആയിട്ടും വർക്ക് ചെയ്യും. അതായത് നമ്മളെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, പിന്നെ അവരെ അണ്ടറിലുള്ള DD ന്യൂസ്, ഓൾ ഇന്ത്യ റേഡിയോ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഓഫീസസിലൊക്കെ ആയിരിക്കും ഈ IIS വർക്ക് ചെയ്യുന്നത്. മിസ്, കളക്ടർ ആവാൻ എന്താ ചെയ്യണ്ടേ? എന്തൊക്കെ? എന്താണ്? കളക്ടർ ആവാൻ, ഡിസ്ട്രിക്ട് കളക്ടർ ആവാൻ. ഡിസ്ട്രിക്ട് കളക്ടർ ആണ് നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടർ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്. അപ്പൊ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം ചെയ്താല് നിങ്ങൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലാണ് യു ക്യാൻ ഗെറ്റ് യുവർ ചോയ്സ്. മാഡം
കളക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ജില്ലയിലെ ചോയ്സ് ചെയ്യാൻ പറ്റുമോ? That will choice will depend upon your performance in ലബാസ്ന. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലബാസ്ന, അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂരിയിൽ നിങ്ങളെ ട്രെയിനിങ് ഉണ്ടാവും. അവിടുത്തെ ട്രെയിനിങ്ങും നിങ്ങളെ പെർഫോമൻസും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ഫൈനലായിട്ട് നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് ഉണ്ടാവും. അതിൽ നിങ്ങളെ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളെ പ്രിഫറൻസ് അലോട്ട്മെന്റ് എവിടെയാണ്, പിന്നെ അവിടുത്തെ വേക്കൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക്ട് പ്രിഫറൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ. ഗുഡ് ഈവനിങ് മാം. മാം, ഈ ഡിസ്ട്രിക്ട് കളക്ടറായ നമുക്ക് പ്രൊമോട്ട് കിട്ടുമോ? എന്താണ്? ഈ ഡിസ്ട്രിക്ട് കളക്ടറായ നമുക്ക് പ്രൊമോട്ടഡ് കിട്ടുമോ? അപ്പം എന്റെ അടുത്ത് ചോദിച്ച ഡൗട്ട് ഡിസ്ട്രിക്ട് കളക്ടർ ആയാൽ പ്രൊമോഷൻ കിട്ടുമെന്നല്ലേ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ പിടിച്ച് ഡയറക്റ്റ് ആയിട്ട് ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആയിട്ടല്ല നമ്മള് അപ്പോയിന്റ്മെന്റ് ഉണ്ടാവുക. ആദ്യം തന്നെ നമുക്ക് ഡിസ്ട്രിക്ട് കളക്ടർ ആകുന്നതിന് മുമ്പ് തന്നെ സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് എല്ലാം ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റിന്റെ കളക്ടർ ആയിട്ട് അപ്പോയിന്റ് ആവുന്നത്. ഈ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആണ് പിന്നെ മുന്നോട്ട് പോയി നമ്മളിപ്പം ഒരു ജോയിന്റ് സെക്രട്ടറി, അതേമാതിരി ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നതൊക്കെ ഈ സിവിൽ സർവന്റ് ഓഫീസസ് ആണ്. അപ്പൊ നിങ്ങൾ പ്രൊമോഷൻ ബേസ്ഡ് ആയി നിങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവും, ജോയിന്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, ഇങ്ങനത്തെ പൊസിഷനിലൊക്കെ പോയി സെൻട്രൽ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് സെക്രട്ടറീസ് വരെ IAS ഓഫീസേഴ്സ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതാണ്. നിങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിൽക്കുകയില്ല, പിന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടർ അല്ല ആവുകയും ചെയ്യുക. അതിന് മുമ്പ് ഒരുപാട് 2 പൊസിഷൻസ് ഉണ്ട്. അതിനുശേഷമാണ് നിങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടർ ആവുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രൊമോഷനും കിട്ടി നിങ്ങൾക്ക് ക്യാബിനറ്റ് സെക്രട്ടറി വരെ ആകാൻ പറ്റുന്നത്. നമ്മള് +2 പഠിച്ചതിന് ശേഷം ഏത് ഇതാണ് IAS ആവാൻ വേണ്ടി എടുക്കേണ്ടത്? +2 ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ, ഇപ്പം അങ്ങനെ ഒരു സബ്ജക്ട് പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിഗ്രി എടുത്താൽ മാത്രമേ സിവിൽ സർവന്റ് ആകാൻ പറ്റൂന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ താല്പര്യം, ആ ഡിഗ്രി എടുത്ത് പഠിച്ചോളൂ. എന്നിട്ട് ആ ഡിഗ്രിന് ശേഷം നിങ്ങൾക്ക് IAS എഴുതി സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ യൂഷ്വലി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്ട്സിൽ മെയിൻസ് എക്സാമിനേഷനിൽ ഒരു പേപ്പറാണ് ഓപ്ഷണൽ സബ്ജക്ട്. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതിൻ്റെ അകത്ത് MBBSലെ പേപ്പേഴ്സ് മുതൽ എഞ്ചിനീയറിംഗും ലോയും സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് എല്ലാം ഉണ്ട്. പക്ഷെ യൂഷ്വലി ആൾക്കാർ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ജോഗ്രഫിയും ഒക്കെയാണ് ചൂസ് ചെയ്യാറ്. ബിക്കോസ് അക്കോർഡിംഗ് ടു ദം ദാറ്റ് ഈസ് ഈസിയർ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം പിന്നെ ആണെങ്കിൽ UPSCയിലെ മറ്റ് സബ്ജക്ട്, അതായത് വേൾഡ് ഹിസ്റ്ററി, ജോഗ്രഫി, ഇതൊക്കെ ഒരു സോഷ്യൽ സയൻസസ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യൽ ആർട്സ് സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു സിമ്പിൾ ആയിരിക്കും, കുറച്ചൊരു എഡ്ജ് ഉണ്ടാവും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം BA ഹിസ്റ്ററി എടുത്തിട്ടാണ് ഹിസ്റ്ററി ആണ് എടുത്തത്. അതേമാതിരി വേറൊരാൾ MBBS എടുത്തിട്ടാണ് വരുന്നത്. അപ്പൊ ആ MBBS എടുത്ത ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വീണ്ടും ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിക്കൽ സയൻസ് എല്ലാം പഠിച്ചുണ്ടാക്കാൻ ഫോർ പ്രിപ്പയറിംഗ് ഫോർ UPSC. പക്ഷെ BA ഹിസ്റ്ററി എടുത്ത് വരുന്ന ഞാൻ ഓൾറെഡി പഠിക്കുന്ന സബ്ജക്ട്സ് ആണ് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് എല്ലാം. അപ്പൊ അവിടെ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആ ഒരു ഫാക്ടർ ഓഫ് ഈസിനെസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുത്ത് പഠിക്കാം. ഏത് സബ്ജക്ട് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിന് എഴുതാൻ പറ്റുന്നതാണ്. മാം, യെസ്, ഈ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാനുള്ള ടിപ്സും ഒന്ന് പറഞ്ഞു തരുമോ? അതെ. യൂഷ്വലി നമ്മൾ UPSCക്ക് ഒരു ബൈബിൾ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ദ ഹിന്ദു ആണ്. നിങ്ങളിപ്പം സ്കൂളിലാവും അതായതുകൊണ്ട് നിങ്ങൾ എപ്പോഴേ ചെറിയ രീതിയിൽ ഈ ഒരു ഹാബിറ്റ് ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒക്കെ മിഡിൽ പേജിലേക്ക് നിങ്ങൾക്ക് ഒരു എഡിറ്റോറിയൽ പേജ് കാണാം. ഈ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എമിനന്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ അവർ ഒപ്പീനിയൻസ് ആയിട്ട് എഴുതുന്ന പേപ്പേഴ്സ് ആണ്. അപ്പം ഈ എഡിറ്റോറിയൽ കോളംസിൽ മെയിൻലി ഉണ്ടാകുക റെലവെന്റ് ആയിട്ടുള്ള കറണ്ട് ഇഷ്യൂസിനെ കുറിച്ച്
ഈ എമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ എഴുതിയ എസ്സേസ് ആയിരിക്കും. അപ്പൊ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഈ എഡിറ്റോറിയൽസ് വായിച്ചിട്ട് ആ എഡിറ്റോറിയൽസ് ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ആ ബുക്കിൽ എന്നും ഇപ്പം ഇന്നത്തെ എഡിറ്റോറിയൽ ഞാൻ വായിച്ചു, എഡിറ്റോറിയൽ ആ പേജ് വായിച്ചിട്ട് ആ എഡിറ്റോറിയലിന്റെ ഹെഡിങ്, ആ എഡിറ്റോറിയൽ വായിച്ചാൽ വേറെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് യു ക്യാൻ ഓൾവേസ് you can have a better edge over vocabulary. നല്ല ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ആണ് എഡിറ്റോറിയൽ പേജസിൽ യൂഷ്വലി യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ന്യൂസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എഡിറ്റോറിയലിലൂടെ നല്ല വൊക്കാബുലറിയും നിങ്ങളെ ഇംഗ്ലീഷും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ മെയിൻറ്റെയിൻ എ ബുക്ക്. ആ ബുക്കിൽ എഡിറ്റോറിയലിന് നിങ്ങൾ വായിക്കുക. എഡിറ്റോറിയൽ വായിച്ചിട്ട് ഓരോ ടോപ്പിക്സ് വായിക്കുക, ഓരോ എസ്സേസ് വായിച്ചിട്ട് ആ എസ്സേന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിലായത് എന്നുള്ളത് സ്വന്തം ലാംഗ്വേജിൽ എഴുതുക. പിന്നെ ആണെങ്കിൽ ആ എഡിറ്റോറിയൽ നമുക്ക് കിട്ടിയ ചില വേർഡ്സ് ഉണ്ടാവില്ല, ഇംഗ്ലീഷ് വേർഡ്സ്, ആ വേർഡ്സ് ഉപയോഗിച്ച് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് ഈ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഈ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എക്സ്ക്യൂസ് മീ മാം. മാം എങ്ങനെയാണ് ഈ ലബാസിനത്തെ ട്രെയിനിങ് ഒക്കെ? ലബാസിനയിലെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വൈബ്രന്റ് ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊരു ലബാസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു നോർമൽ ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കും. പക്ഷെ ലബാസിൽ നിങ്ങൾ അവിടുന്ന് പഠിച്ചു അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ യു വിൽ ബി എ ഡിപ്ലോമാറ്റ്, യു വിൽ ബി ദ ടോർച്ച് ബെയറേഴ്സ് ഓഫ് ഇന്ത്യ ആസ് സച്ച്. അപ്പൊ അവിടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഫിസിക്കൽ ട്രെയിനിങ്ങും ഉണ്ട്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് PT മുതൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കൾച്ചറൽ ഫെസ്റ്റ്, അതേമാതിരി പല ലെക്ചേഴ്സ് ഓഫ് ഫേമസ് പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ആർച്ചറി മുതൽ എല്ലാ സ്പോർട്സ് ട്രെയിനിങ്സ് വേണമെങ്കിൽ അവിടെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്സ് ഉണ്ടാവും രാവിലെ. അതേമാതിരി കൾച്ചറൽ ഇവന്റ്സ് ഉണ്ടാവും. ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരും ആ സ്റ്റേറ്റ് വൈസ് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. സ്റ്റേറ്റ് കൾച്ചേഴ്സിനെ പറ്റി പഠിക്കാനുണ്ടാവും. അങ്ങനെ ഒരുപാട് ഒരു ടോട്ടലായിട്ട് നിങ്ങളെ മോൾഡ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിങ്ങളെ മോൾഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ലവാസ്നയിൽ നടക്കുന്നത്. ലവാസ്നയിലെ ട്രെയിനിങ്ങിന്റെ അവസാന ഘട്ടമാകുമ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഭാരത് ദർശൻ. അതായത് നിങ്ങളെ ഓരോ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ജമ്മു മുതൽ കന്യാകുമാരി വരെ, ഈസ്റ്റ് ടു വെസ്റ്റ്, അതായത് 7 സിസ്റ്റേഴ്സ്, അരുണാചൽ മുതൽ ഗുജറാത്ത് വരെ, മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തും നിങ്ങൾ ഭാരത് ദർശൻ എന്ന് പറഞ്ഞ പേരിൽ ചില സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവന്നതാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ കൂടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ട്രൈബൽ ഏരിയാസിൽ നിങ്ങൾക്ക് പോയി താമസിക്കേണ്ടി വരും. അങ്ങനെ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഭാരത് ദർശൻ. നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഭാരത് ദർശന്റെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ഓരോ സിവിൽ സർവൻസ് പോസ്റ്റ് ചെയ്ത അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ വീഡിയോസ് ആണ്. നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾ എല്ലാവരും തീർച്ചയായും പോയി കാണേണ്ടതാണ്. ജസ്റ്റ് യൂട്യൂബ് എടുത്ത് ഭാരത് ദർശൻ എന്ന് അടിച്ചാൽ മതി. ഭാരൻ ഓഫ് UPSC സിവിൽ സർവീസ് അടിച്ചാൽ മതി. ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഭാരത് ദർശനെ പറ്റി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എക്സാം ഏത് ഭാഷയിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഏത് ഭാഷയിലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും ടു റൈറ്റ് ദെയർ ആൻസേഴ്സ്. ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8 സ്കെഡ്യൂളിലുള്ള ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇതിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റൂ, എക്സെപ്റ്റ് ഫോർ ക്വാളിഫയിങ് ലാംഗ്വേജ് പേപ്പേഴ്സ്. അതായത് പേപ്പർ എയും പേപ്പർ ബിയിലും ചില ക്വാളിഫയിങ് ലാംഗ്വേജ് പേപ്പേഴ്സ് ഉണ്ടാവും. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ എനി വൺ ഓഫ് ദ 8 സ്കെഡ്യൂൾ ലാംഗ്വേജിൽ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ ഓൺലൈൻ സിവിൽ സർവൻസിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും ഇൻ വിച്ച് ലാംഗ്വേജ് യു വാണ്ട് ടു അറ്റംപ്റ്റ് ദ പേപ്പർ. താങ്ക് യു മാം. മാം. Hello, yes. Good evening, ma'am. Ma'am, what about the language in interview?
Languages in interview will depend upon the interviewer. If they are interested in talking to you in like mostly they will ask you about your language preference, and it'll usually interviews are all in English only. It is in English, generally it is in English, but if there's any like if people are from North India, if they can communicate, it'll depend upon the interview board members, but usually it is in English, and they will not ask you to learn a new language for interview. They will only ask you question in the most comfortable language you are in and which they can decipher. Okay, ma'am. Thank you. I got a question that did I attempt UPSC? No, I haven't attempted UPSC, but I'm preparing for the same. Is there anything else that you want to know or want to ask me about? മാം എത്ര വർഷത്തെ കോഴ്സാണിത്? ഞാൻ പഠിക്കുന്നതാണോ? ടീച്ചർ, യെസ്. ഈ ടീച്ചർ പറഞ്ഞില്ലേ IAS, IPS, IRS അങ്ങനെ വേറെ വേറെ ഉണ്ടെന്ന്. അതിന് ഓരോ കോഴ്സിലും ഇന്ന വർഷം ഇങ്ങനെ ഉണ്ടോ? എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഈ മാം പറഞ്ഞില്ലേ ഇങ്ങനെ IRS, IPS, IAS ഇങ്ങനെ കുറെ ഇതുണ്ടെന്ന് സിവിൽ സർവീസില്. അതെ. അതിന്ന് ഓരോ ഇപ്പൊ IAS ഇന്ന വർഷം, IPS ഇന്ന വർഷം അങ്ങനെ വല്ലതും ഉണ്ടോ? വർഷം ട്രെയിനിങ് ആണോ? ഇപ്പം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ സർവീസസ് അലൗഡ് ചെയ്യും അല്ലെ? അത് IAS നിങ്ങൾക്ക് ഒരു വർഷം ലബാസ്നയിൽ പോയി ട്രെയിനിങ് ചെയ്യണം. അതേമാതിരി IRSനും അവരവരുടേതായ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസസിലാണ് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസസിന്റെ IASനാണ് നമ്മൾ ലബാസ്നയിലേക്ക് വിടുക. IDESന് there is an institute in Delhi. അതേമാതിരി ഓഡിറ്റ് സർവീസസിന് there is an institute in ഫരീദാബാദ്. അവിടെയൊക്കെ ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോപ്പർ ഡിപ്ലോമയായിട്ട് അപ്പോയിന്റ് ചെയ്യും. മാം, എക്സ്ക്യൂസ് മീ മാം, ഈ ആൽഫ അക്കാഡമിയുടെ ഈ കോഴ്സ് എത്ര നാള് ഉണ്ട്? അത് കോഴ്സുകൾ നിങ്ങളുടെ ക്ലാസ് അനുസരിച്ച് എല്ലാ വർഷവും ഉണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് വരും വർഷങ്ങളും ഇതിന്റെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്റെ കോഴ്സ് ഞാൻ ചെയ്യുന്നത് BA LLB ഓണേഴ്സ് 5 year ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. അത് 5 വർഷത്തെ കോഴ്സാണ്. നിങ്ങൾക്ക് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് എൻട്രൻസസ് ഉണ്ട്. ക്ലാറ്റ്, AILET, LSAT എന്ന് പറഞ്ഞിട്ടുള്ള 3 എക്സാംസ് ഉണ്ട്. അപ്പൊ ഇത് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ 5 year ഇന്റഗ്രേറ്റഡ് ലോ കോഴ്സിൽ അഡ്മിഷൻ കിട്ടുന്നതാണ്. പിന്നെ UPSC എക്സാമിന്റെ കോഴ്സ് എത്രയാന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങൾ ഏത് അറ്റംപ്റ്റിലാണ് അത് ക്ലിയർ ചെയ്യുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. മാം, വാട്ട് ഡു യു പ്രിഫർ, IAS or IFS? I would prefer foreign services. That will all depend upon how what you are interested in. അത് ഓരോരുത്തരും അവരുടെ like everybody has got their own wishes and preferences. I like to be an IFS officer above an IAS. നിങ്ങൾക്കും നിങ്ങളുടേതായ ചോയ്സസ് ഉണ്ടാവും. അത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്താണ് നിങ്ങളുടെ ചോയ്സസ് എന്നുള്ളത്. Any other questions? ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? Ma'am, can we become astronaut? Sorry? Ma'am, can we become astronaut after IAS? You can choose any it is like when you are enjoying a government office, you cannot go for another job, right? So you have to quit the job of an IAS and then you can begin astronaut or any other profession. There has been a lot of people ipo corporate and legal sector la thana ഒരുപാട് chief ഒരുപാട് corporate offices la top notch positions hold ചെയ്യുന്നത് former diplomats ആണ്. So you can always choose any option even after choosing for civil servant, but it's just that you'll have to quit your job because you can't hold a public office and another job simultaneously. മാം, സിവിൽ സർവീസ് കഴിഞ്ഞ് അല്ല ഡിഗ്രി കഴിഞ്ഞ് സിവിൽ സർവീസിനുള്ള കോച്ചിങ്ങിന് വേണ്ടി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വല്ലതും പറഞ്ഞുതരാം? ഡൽഹിയില് രാജേന്ദ്ര നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്.
ദാറ്റ് ഈസ് നോൺ ഫോർ UPSC. ഇപ്പൊ നമ്മള് കേരളത്തിലൊക്കെ ഇപ്പം മെഡിസിൻ എൻട്രൻസിന് വേണ്ടി നമ്മൾ പോകുന്നത് എവിടെയാ? പാല അല്ലെ? പാലയല്ലേ മെയിൻ ആയിട്ടുള്ള. അങ്ങനെ ഇന്ത്യയിൽ UPSC കോച്ചിങ്ങിന്റെ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് രാജേന്ദ്ര നഗർ ആണ്. രാജേന്ദ്ര നഗറിൽ ഒരുപാട് UPSC കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നിലൊന്ന് ബെറ്റർ ആണ് എല്ലാ രാജേന്ദ്ര നഗറിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും. അവിടെ നിങ്ങൾക്ക് എല്ലാ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വേണമെങ്കിലും അവൈലബിൾ ആണ് രാജേന്ദ്ര നഗറിൽ. അവിടുത്തെ രാജേന്ദ്ര നഗറിലുള്ള ആൾക്കാരുടെ ലിവിങ് തന്നെ ബേസ്ഡ് ഓൺ UPSC ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ എല്ലാവരുടെയും വീടിന്റെ ടോപ്പ് ഫ്ലോർ എല്ലാം റെന്റഡ് ആണ് ഫോർ UPSC ആസ്പിരൻസ്. സോ രാജേന്ദ്ര നഗർ, എനി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ രാജേന്ദ്ര നഗർ ഇസ് ദി ബെസ്റ്റ്. താങ്ക് യു മാം. Ma'am, can I ask? Yeah, you can. Is IAS കോഴ്സിന് വേണ്ടി ഇപ്പൊ ഞങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കൂടുതലായിട്ട്? ഇപ്പൊ നിങ്ങൾക്ക് ഉള്ള NCERT ടെക്സ്റ്റ് ബുക്സ്, ദ ബുക്സ് ദാറ്റ് യു ആർ സ്റ്റഡിങ്, ഈ NCERT ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കണം ഇപ്പൊ നിങ്ങളുടെ ബൈബിൾ. ഓക്കെ, നിങ്ങളിപ്പോ ചെയ്യേണ്ടത് നിങ്ങൾ ഈ NCERT ടെക്സ്റ്റ് ബുക്സ് thorough ആയിട്ട് നല്ല രീതിയിൽ പഠിക്കാം. മെയിൻലി നിങ്ങൾ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങളൊരു സ്ട്രോങ് ബേസ് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. UPSC നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബുക്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ സബ്ജക്ട്സിനും ഓരോ സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്. അതായത് ഇപ്പം പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ സ്റ്റാൻഡേർഡ് ബുക്ക് ഇസ് ലക്ഷ്മികാന്തിന്റെ ഒരു പൊളിറ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. അതേമാതിരി ഇപ്പം SK ശർമ്മ, അങ്ങനത്തെ ഒരുപാട് സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്. അതായത് ഓരോ ബുക്സ് ഓരോ സബ്ജക്ട്സിന്. അത് നമുക്ക് പിന്നീട് ഇപ്പൊ നിങ്ങൾ അതിന്റെ പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പൊ നിങ്ങൾക്കുള്ള NCERT ടെക്സ്റ്റ് ബുക്സ് തന്നെ thorough ആയിട്ട് പഠിക്കാം. കാരണം ഇപ്പം UPSC കോച്ചിങ് എടുക്കുന്ന ആൾക്കാർ തന്നെ അവർ ഈ സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് പോകുന്നതിന് മുൻപ് അവരുടെ അടുത്ത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറയുന്ന കാര്യം ഇപ്പോൾ ഉള്ള നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്സ് thorough ആയിട്ട് പഠിക്കാനാണ്. അവർ 25-26 ഇയർ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്സ് 6th മുതൽ 12th വരെയുള്ള ടെക്സ്റ്റ് ബുക്സ് ആണ് അവർ വീണ്ടും പഠിക്കുന്നത്. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ അത് ക്ലിയർ ആക്കി നിങ്ങളെ ബേസ് സ്ട്രോങ് ആക്കി വെച്ചാൽ നിങ്ങൾ മുന്നോട്ട് പോയി UPSC കോച്ചിങ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് വീണ്ടും NCERTs പഠിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് അവിടെ സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. സോ ഇപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ഓൺ യുവർ ടെക്സ്റ്റ് ബുക്സ്, the NCERT textbooks, mainly the social science subjects. പിന്നെ ചെറിയ രീതിയിൽ മാത്തമാറ്റിക്സ് ഒക്കെ 10th ലെവൽ മാത്രമാണ് ആ CSATന്റെ ക്വാളിഫയിങ് പേപ്പറിൽ ചോദിക്കുക. അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് വെക്കുക. പിന്നെ അതേമാതിരി ന്യൂസ് പേപ്പേഴ്സ് വായിച്ചുകൊണ്ടിരിക്കുക, കറണ്ട് അഫയേഴ്സ്, പിന്നെ ക്വിസ് ബുക്സ് ഒക്കെ നന്നായിട്ട് വായിക്കുക. ക്വിസിംഗ് വിൽ ഹെൽപ്പ് യു എ ലോട്ട് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് UPSC. മാം, ഹലോ മാം. മാം, ഇപ്പം ഞാൻ ഒരു ഡോക്ടർ ആയതിനു ശേഷം എനിക്കിപ്പോ UPSC ഈ പരീക്ഷ എഴുതാൻ പറ്റുമോ? അതെ, നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആയിട്ടോ എഞ്ചിനീയർ ആയിട്ടോ ലോയർ ആയിട്ടോ ആരാണെങ്കിലും എനി ഡിഗ്രി, MBBS ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയി, BTech ആയിക്കോട്ടെ, LLB ആയിക്കോട്ടെ, ഏത് ഡിഗ്രി എടുത്താലും നിങ്ങൾക്ക് UPSC എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു ഡോക്ടറായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആവാൻ പറ്റുന്നു. ഇപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറായി 2 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് സിവിൽ സർവന്റ് ആണ് എന്റെ ട്രൂ കോളിംഗ്, എനിക്ക് അതിലേക്കാണ് പോകണ്ടെങ്കിൽ യു കെൻ ഓൾവേസ് ഗിവ് എ ട്രൈ ഫോർ UPSC. ടീച്ചർ, ഈ ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ വല്ലതും ആയിട്ട് തന്നെ അതിൽ നിന്ന് മാറാതെ തന്നെ ഇങ്ങനെ IAS IPS ഒക്കെ എഴുതാവോ? അതെങ്ങനെയാണ് അതിൽ നിന്ന് മാറാതെ നിങ്ങൾക്ക് IPS IAS എടുക്കാൻ പറ്റുക? ഫസ്റ്റ്ലി നിങ്ങളൊരു സിവിൽ സർവന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് ഗോ ആൻഡ് വർക്ക് ബിക്കോസ് ഇറ്റ്സ് എ പബ്ലിക് ഓഫീസ്. അപ്പൊ വേറെ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് യു ആർ ഹോൾഡിംഗ് എ ഓഫീസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ഓക്കെ മാം, 11th സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ ഏത് സബ്ജക്റ്റ് ആണ് IAS കോഴ്സിന് ഏറ്റവും നല്ലത്? ഞാൻ ഇത് മുമ്പ് ആൻസർ ചെയ്ത മാതിരി തന്നെ നിങ്ങളിപ്പം ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എഡ്ജ് ഉണ്ടാവും ബാക്കി സബ്ജക്ട്സ് എടുത്ത ആൾക്കാരിൽ നിന്ന്. അഗെയിൻ
വാട്ട് ഈസ് യുവർ ചോയ്സ്? നിങ്ങളിപ്പോ UPSC എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സബ്ജക്റ്റ് ആണോ അതെടുത്ത് പഠിച്ചാൽ മതി 12th സ്റ്റാൻഡേർഡിൽ. അത് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹിൻഡർ യു എനി വേ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സിവിൽ സർവീസ്. ഞാൻ എന്റെ 11th and 12th സ്റ്റാൻഡേർഡിൽ I had chosen in my 11th and 12th class I had chosen science. എന്റെ സ്ട്രീം സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലോ ചൂസ് ചെയ്തത്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹിൻഡർ. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു MBBS കാരൻ ഒരു വശത്തും മറ്റൊരു വശത്ത് BA ഹിസ്റ്ററി എടുത്ത ഒരാളാണെങ്കിൽ ആ BA ഹിസ്റ്ററി എടുത്ത ആൾക്ക് കുറച്ചും കൂടി ഒരു എഡ്ജ് കിട്ടും എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. കാരണം UPSC-യിലുള്ള സബ്ജക്ട്സ് എന്താ, ഹിസ്റ്ററി, ജോഗ്രഫി, അതുമാതിരി വേൾഡ് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെയാണ്. അത് ഈ BA ഹിസ്റ്ററി പഠിക്കുന്ന ആൾ ഓൾറെഡി പഠിക്കുന്ന ഒരു സബ്ജക്ട് ആയതുകൊണ്ട് അയാൾക്ക് അതിൻ്റെ അകത്ത് കുറച്ച് എഡ്ജ് ഉണ്ടായിരിക്കും, അയാൾക്ക് ഈസി ആയിരിക്കും പഠിക്കാൻ. പക്ഷെ MBBS എടുത്ത ഒരാൾക്ക് MBBS എന്ന് പറഞ്ഞ സബ്ജക്ട്സ്, അനാറ്റമി, അതുമാതിരിയുള്ള സബ്ജക്ട്സ് ഒക്കെ ഒന്ന് വിട്ട് ഹിസ്റ്ററി ആൻഡ് ഇത് പഠിക്കുമ്പോൾ ആ ഒരുപാട് വീണ്ടും തിരിച്ചു വന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം ഒരു ചെറിയൊരു പക്ഷെ ഒരുപാട് ഡോക്ടർമാരെ നമുക്ക് IAS ആയിട്ട് കാണുന്നുണ്ട്, ഒരുപാട് എഞ്ചിനീയേഴ്സിന് IAS ആയിട്ട് ആവുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഡോക്ടറായിട്ടും ഒരു സിവിൽ സർവന്റ് ആവാം. നിങ്ങൾക്ക് പഠിച്ച് ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ഗുഡ്. അത് പക്ഷെ ഒരു BA ഹിസ്റ്ററി എടുത്ത ആൾക്ക് അയാൾ പഠിച്ചു തന്നെ സബ്ജക്റ്റ് ആണെങ്കിൽ അയാൾക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. പക്ഷെ അയാൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ച് അയാൾ പഠിക്കാതിരുന്ന MBBS കാരൻ കഷ്ടപ്പെട്ട് ഹിസ്റ്ററി ഒക്കെ പഠിച്ച ആൾ മുന്നിലേക്ക് പോകും. സോ ഇറ്റ് വിൽ ഓൾ ഡിപ്പെൻഡ് അപ്പോൺ യു, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത്. മാം, ഞങ്ങൾക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് SCERT ടെക്സ്റ്റ് ബുക്സ് ആണ്. അപ്പം NCERT ടെക്സ്റ്റ് ബുക്സുമായിട്ട് എങ്ങനെയാ ഞങ്ങളത് കമ്പയർ ചെയ്യുക? SCERT ടെക്സ്റ്റ് ബുക്സ് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് NCERT ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസസിന് മാത്രം വാങ്ങിക്കുക. എന്നിട്ട് യു കെൻ സ്റ്റഡി ദ NCERT ടെക്സ്റ്റ് ബുക്സ്. ബിക്കോസ് UPSC-ന്റെ മെയിൻലി ബേസ് എന്ന് പറയുന്നത് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്സ് ആണ്. അപ്പം നിങ്ങൾ ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് NCERTs ഒരു റീഡിംഗിലും ചെയ്തിരിക്കണം മിനിമം. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ at that time you will have to study NCERT. അപ്പൊ പഠിക്കേണ്ടി വരും. അതിലും കുറച്ചും കൂടി ഈസിയാണ് നിങ്ങൾ ഇപ്പോഴേ SCERT ആണെങ്കിൽ കൂടി അതിന്റെ കൂടെ ഇപ്പൊ 8th സ്റ്റാൻഡേർഡിലാണെങ്കിൽ കറസ്പോണ്ടിങ് 8th സ്റ്റാൻഡേർഡിന്റെ സോഷ്യൽ സയൻസസിന്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസിന്റെ NCERT ടെക്സ്റ്റ് ബുക്സ് വാങ്ങി അതിന്റെ കൂടെ തന്നെ പഠിച്ച